സ്നാക്സാണ് ചെയ്യുന്നത്. ഇത് ഒരു കോക്കനട്ടൊന്നുമല്ല, കോക്കനട്ട് ഞാൻ വെച്ചിട്ടൊന്നുമില്ല, ഇത് ചിരണ്ടി വെച്ചതാണ്. ലൈറ്റില്ല, അപ്പോൾ ഇത് കോക്കനട്ടാണ്. ഇത് ചിരണ്ടി വെച്ചേക്കുന്നതാണ്. ഇതിൽ ചിരണ്ടുമ്പോൾ തന്നെ ഞാൻ ഏലക്കൊക്കെ ഇട്ടിട്ട് ചിരണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മധുരം ഇട്ടാൽ മതി. നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് ഞാൻ വെച്ചിട്ടുണ്ടല്ലേ. ഇതെല്ലാവർക്കും അറിയുന്നത് ഒരു കുഴച്ചിട്ട റേഞ്ചിലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതുണ്ടാക്കുന്നത് ആകെ കുഴച്ചിട്ടുണ്ട്. ഇത് ഗോതമ്പ് മാവാണ്. അപ്പം ഗോതമ്പ് മാവാണ്. ഇതിൽ കുറേശ്ശെ മുൻപായിട്ട് ഇതിലേക്ക് ഈ ഡോ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ആക്കും. ഇതിൽ കുറച്ച് ശർക്കര ആയാലും പഞ്ചസാര ഞാൻ കുറച്ച് ചേർക്കണം. ശർക്കര ചേർക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ശർക്കരയാണ് കേട്ടോ. പൗഡേർഡ് ശർക്കരയാണ്. അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇടണം. ഇതിലേക്ക് ഞാൻ ഇതും കൂടി വേണം കേട്ടോ. കുറച്ച് ശർക്കര ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ടേസ്റ്റ് ആയിരിക്കും. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു പൂണ് വെച്ചിട്ട് നോക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം അതൊരു കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് പറ്റില്ല, ഇത്ര ഇടുന്നുള്ളൂ. കുറേ കടിച്ചാലും നല്ലതാണ്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഇഷ്ടമാവും. അതുകൊണ്ട് ഞാൻ നല്ലപോലെ മിക്സാക്കി അത് ഫില്ലിങ്ങിന് മാത്രം മതി. ഞങ്ങളിപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കാനായിട്ടുള്ള ഒരു ഇട്ടുള്ളൂ. നല്ലപോലെ മിക്സാക്കി കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല സ്നാക്സ്, ഹെൽത്തി ആയിരിക്കും. ഗോതമ്പായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇത് ഹെൽത്തിയാണെന്ന് തോന്നുന്നു. ശർക്കര ഇട്ടുണ്ടല്ലോ ഞാൻ, അങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ നല്ലതാട്ടോ, ഹെൽത്തി, ഫ്ലേവറും ഉണ്ടാവും, ഫില്ലിംഗ് ആയിരിക്കും. പിന്നെ വേറെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇതിൽ കുറച്ച് എണ്ണ വയ്ക്കാം. പെട്ടെന്നാവുള്ളൂ. ഡോ ഉണ്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, ചെറുതാക്കി എടുത്ത് ഇങ്ങനെയുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇതുണ്ടാക്കാനായിട്ട് ഒരു ഇതുണ്ട്, പക്ഷെ അതെടുക്കാൻ ഒരു ഡൗട്ടാണ്. കുറച്ച് തരാം. ഞാൻ പണിൻ്റെ മേടിച്ച് വെച്ചത് ഇന്നത്തെ ഒരു അച്ച്, സോറി, ഈ ഒരു അച്ച്, ദിസ് വൺ. ഇതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു അതല്ലേ, അങ്ങനത്തെ ഒരു അച്ച്. ഞാൻ ഇതിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് അറിയാം കേട്ടോ.
അപ്പോൾ ഇത് ഇങ്ങനത്തെ നമുക്ക് ഇട്ട് നോക്കാം. ആദ്യം ഇതൊന്ന് എണ്ണ തേക്കുന്നു തോന്നുന്നു. ഇത് പെട്ടെന്ന് ആയി കിട്ടും. നല്ല ഡിസൈൻ ഉണ്ട്. ഇത്ര വേണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മതി. എനിക്കറിയില്ല കേട്ടോ, ഇത്രയൊന്നും വേണ്ട. ഇതിലിടാനുള്ളത് മാത്രം മതിയാകും. ഒരു സൈഡ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിൽ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാക്കാം. ഇതിനോടായിട്ടില്ലല്ലോ എനിക്ക്. ഇങ്ങനെ എടുക്കണമല്ലേ. എടുത്തിട്ട് ഒന്നുണ്ടാക്കാൻ നോക്കാം. എടുത്തിട്ട് ചെയ്ത് തെറ്റാണോ എന്നറിയില്ലല്ലോ. നന്നുണ്ട്. അപ്പം ഒന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. അതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ അതെങ്ങനെയാണ് കുഴപ്പമില്ല. കുറച്ചൊരു ഓപ്പൺ ഇതിങ്ങനെയാണ് കേട്ടോ. ഇത് ശരിക്കും എനിക്കറിയില്ല. ഞാനൊന്ന് മുഖത്തിൽ വെച്ച് നോക്കിയത് അറിയില്ല. നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് എണ്ണ പറ്റും മുട്ടാണിക്കാനായിട്ട്. എങ്ങനെയാണോ ചെയ്യാൻ എനിക്കറിയില്ല. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞ് വയ്ക്കാം. പെട്ടെന്നാണ് ഇത്. ഒരു ഉണ്ട ഉരുട്ടി ഇത് എന്താ പറയുക, പാത്തിക്കട്ടിയിൽ ഇടണം. ഇങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് വിക്രത്തിന് ഇടണം. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിവിടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കുറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ അടിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കൊരു കട്ട് കിട്ടും. ഇതേപോലെ നമ്മൾ മുറിച്ചെടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫിനിഷ്. എന്നാൽ വളർന്നപ്പോൾ ഡ്രോൺ കത്തി വെച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം.
ഇത് പെട്ടെന്നാവും കേട്ടോ. ഇതിങ്ങനെയൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. Process begins. സിമ്പിൾ അല്ലേ? ഇതിങ്ങനെ വയ്ക്കാം. ഓക്കെ, വെച്ചതിന് ശേഷം ഒരു സൈഡ് നിറച്ച് കൊടുക്കുക നമ്മുടെ ഈ ഫില്ലിങ്. ഓക്കെ, നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് അടിക്കാം. ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. ഇങ്ങനെ ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്ട്രാസൊക്കെ ഞാൻ വലിച്ചേക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നല്ല സ്റ്റൈലായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. പിന്നെ അതൊക്കെ റിമൂവ് ചെയ്യാം. എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ, ഫിനിഷ്. ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഉരുട്ടിങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇതൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു പാത്രത്തിൽ വയ്ക്കുന്ന എത്ര ചെയ്താൽ മതി. ഓക്കെ, അതിൽ ബാക്കി മുറിക്കാനുള്ളതല്ലേ. അങ്ങനെ പതുക്കെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. കട്ടി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മുള്ള് അടിക്കാനുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വശത്തിൽ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. വെരി ഈസിയാണ്. ഇവിടെ കല്ലുകളൊക്കെ മേടിച്ച് കൊടുക്കുന്നേക്കാറുണ്ട്. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ക്രിസ്മസിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പലഹാരം. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ക്രിസ്മസിന് മുമ്പ് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എത്ര ലക്കിയാണ് എൻ്റെ കുട്ടികൾ അല്ലേ? അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ലക്കിയാക്കി മണികളാക്കി മാറ്റാം. ഇത്രയേ ഉള്ളൂ, ഫിനിഷ്. സോ ഇതിന് ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ടാക്കാം. ഇതിൻ്റെ ഫില്ലിങ് കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം കിട്ടിയാൽ മതി. ഇത് ഇത്ര മതി കേട്ടോ. ഫില്ലിങ് ഇത് ഇത്ര ഇട്ടിട്ടുള്ളൂ ഞാൻ, ചെറുത് കുഞ്ഞ് ഇത്രയേ ഉള്ളൂ. അത് ഞാൻ അടിച്ച് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, ഫിനിഷ്. ഇത് ഈസി, വെറുതെ ചുമ്മാ അങ്ങനെ പിടിച്ചെടുത്താൽ മതി. നമ്മളുടെ കയ്യിൽ ഒന്നും ആവില്ല. എവറിത്തിങ് ഈസ് സോ ക്ലിയർ ആൻഡ് നീറ്റ്. കഴിഞ്ഞല്ലേ? എന്ത് പറയുന്നുണ്ടല്ലോ, ഇത് എൻ്റെ ഉള്ളിൽ കണ്ടോ. ഇത് നമ്മൾ വെരി സേഫായിട്ട് ഇങ്ങനെ എടുക്കണം. എടുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കാം. എന്നിട്ട് എവിടെ സ്ഥലം ഇല്ലയോ അവിടെ കൊണ്ടുവന്നിടാം. ലാസ്റ്റ് ബിറ്റ് ഓർന്നിടാം, അതോടെ തീരും. ഇത് രാത്രിയിലേക്ക് ചപ്പാത്തിക്കാക്കാം. ഇത്ര ഒന്നും വേണ്ട, കുറച്ച് മതി.
ജീരകം, കുറച്ച് പൊട്ടിത്തെറിക്കിട്ട ഇതിലേക്ക് ഇടാനുള്ള ഉണക്കമുളക് ഇല്ല, കറിവേപ്പിലുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ എല്ലാം പൊട്ടിട്ട് എന്നിട്ട് അത് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ സാമ്പാർ പൗഡർ, ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു താളിപ്പിട്ട് കൊടുക്കാം. ഏകദേശം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാമ്പാർ പൗഡർ, ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാം. മതി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കാം, ചില്ലി പൗഡർ കുറച്ച് മതി കേട്ടോ, ബാക്കിയെല്ലാം ഉണ്ട് അതിൽ. അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ അന്ന് മേടിച്ച മീഷോയുടെ ഒരു ബോക്സാണ്. ദിസ് ഇസ് വർത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ മീഷോന്നാണ് മേടിക്കാറ്. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ, അങ്ങനെ കുറേയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കുറേ ഞാൻ മീഷോന്നാണ് മേടിക്കാറ്. പിന്നെ ഈ ജാർസൊക്കെ, ഈ കാണുന്ന 3 ഭരണികളൊക്കെ ഞാൻ മീഷോന്നാണ് മേടിച്ചത്. ഒരേപോലെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ മീഷോന്ന് മേടിച്ചത്. ഇപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞ ശേഷം ഒരു മണം വരും. മണം വരുമ്പോൾ ഇത് അതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ചൗ സാമ്പാർ റെഡി. ഇതിന് സീമകത്തിരിക്കാന്നും പറയും, പക്ഷേ ശരിക്കും ഇംഗ്ലീഷിൽ ഇതിന് ചൗ എന്നാണ് തോന്നുന്നു പറയും, അങ്ങനെ എന്തോ. പക്ഷെ നല്ല ടേസ്റ്റി സാമ്പാറായിരിക്കും കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് പാസിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ചെറുപയറിൽ അതിന് തൊലി കളഞ്ഞ് അതും മിക്സ് ആക്കിയിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത്. നല്ല ടേസ്റ്റിയാണ്. ഇത് ട്രൈ ചെയ്ത ഒരു ദിവസം ഞാനൊരു റെസിപ്പി ഇട്ട് തരാം. ഇത് ടേസ്റ്റി. ഇത് രാത്രിയിലത്തേക്ക് ചപ്പാത്തിക്കുള്ള സാമ്പാർ റെഡി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 6:14 ആയിട്ടുണ്ട്. എൻ്റെ പണികൾ തീർന്നു. ഞാൻ 7 മണിക്ക് പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. മോള് ട്യൂഷനിൽ പോയി, മോനിഞ്ഞ് വന്നിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി എൻ്റെ. സോ നല്ലൊരു ദിവസമായിട്ട് തിരിച്ചും വരാം. അതുവരെയ്ക്കും ബൈ.